أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ജമ്മിന്റെ 9ാമത്തെ ക്ലാസ് വഖാൽ ഖാളി അബൂബക്കർ ബാഖില്ലാനി ഖാളി അബൂബക്കർ ബാഖില്ലാനി എന്നവർ പറയുന്നു അശറത്തുൻ ഇല്ലാ സലാസ അശറത്തുൻ ഇല്ലാ സലാസ എന്ന് പറയുന്നത് ഐ മഅനാഹു ആ അശറത്തുൻ ഇല്ലാ സലാസത്തുൻ എന്നതിന്റെ അർത്ഥം ബി ഇസാഇ ഇസ്മൈനി രണ്ട് ഇസ്മിന്റെ നേരുവാട്ടിലാണ് അതിന്റെ അർത്ഥമുള്ളത്. ഏതാ രണ്ട് ഇസ്മ? ഒന്ന് മുഫ്രദാണ്. ഏതാ മുഫ്രദ്? ഓഹുവ സബ്അത്തുൻ എന്നുള്ളതാണ് മുഫ്രദ്. മറ്റൊന്ന് രണ്ടാമത് ഇസ്മാണല്ലോ, അത് മുറക്കബാണ്. ഏതാ മുറക്കബ്? ഓഹുവ അശറത്തുൻ ഇല്ലാ സലാസ. അപ്പോ അശറത്തുൻ ഇല്ലാ സലാസ എന്ന് പറയുമ്പോ ഖാളി അബൂബക്കർ ബാഖില്ലാനിയുടെ അഭിപ്രായ പ്രകാരം രണ്ട് ഇസ്മിന്റെ നേർവാട്ടിലായിട്ട് വരും. ഒന്ന് മുഫ്രദായിട്ട്, മറ്റൊന്ന് മുറക്കബായിട്ട്. മുഫ്രദായിട്ട് വരിക സബ്അത്ത് എന്നുള്ളതാ, മുറക്കബായിട്ട് വരുന്നത് അശറത്തുൻ ഇല്ലാ സലാസത്ത് എന്നുള്ളതാ. എങ്കിൽ ഈ മഅനാഹു എന്ന് പറയുമ്പോ അവിടെ എന്താ ഉദ്ദേശിക്കപ്പെടുന്നത്? വഹുവ സബ്അത്തുൻ. അശറത്തുൻ ഇല്ലാ സല എന്ന് പറയുമ്പോൾ ഒരർത്ഥം സബ്അത്ത് എന്നുള്ളതാണ്. അപ്പോ ഉദ്ദേശിക്കപ്പെടുന്നത് അശറത്തുൻ ഇല്ലാ സലാസത്ത എന്ന് പറയുന്ന മുസമ്മ. എന്താ മുസമ്മ? വഹുവൽ മഅദൂദു, എണ്ണപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ടും മനസ്സിലാവുന്നില്ല, ജമ്മല്ലേ? ഒന്നും കൂടി ഹല്ലയിക്കാം. അയ ഷൈഉല്ലദി യുഅദ്ദു, എണ്ണപ്പെടുന്ന വസ്തു. അപ്പൊ അശറത്തുൻ ഇല്ലാ സലാസത്തുൻ എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടുന്ന വസ്തു, അതാണ് അതിന്റെ മുസമ്മ. ഫഹാദ മുസമ്മ. അപ്പോൾ ഈ മുസമ്മ, അതായത് എണ്ണപ്പെടുന്ന വസ്തു, അതാണ് മുസമ്മ. അത് താറത്തൻ, ചിലപ്പോൾ ബിലഫ്ളി സബ്അത്ത്, സബ്അത്ത് എന്ന പദം കൊണ്ടായിരിക്കാം. വ താറത്തൻ, ചിലപ്പോ ബിലഫ്ളി അശറത്തുൻ ഇല്ലാ സലാസത്തുൻ എന്നായിരിക്കാം. അതാണ് ബി ഇസാഇ ഇസ്മൈനി മുഫ്രദിൻ വഹുവ സബ്അത്തു വ മുറക്കബിൻ വഹുവ അശറത്തുൻ ഇല്ലാ സലാസ എന്ന് ഖാളി അബൂബക്കർ ബാഖില്ലാനി പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അശറത്തുൻ ഇല്ലാ സലാസത്തുൻ എന്ന് പറഞ്ഞാൽ 10 കൊടുക്കാനുണ്ട്, അതിൽ നിന്ന് 3 ഒഴിവാണ്. അപ്പൊ ഇവിടെ മുഫ്രദായിട്ട് വരുമ്പോ സബ്അത്ത് കൊടുക്കാനുണ്ട് എന്നാ. 7 കൊടുക്കാനുണ്ട് എന്നതിന് അശറത്തുൻ ഇല്ലാ സലാസത്ത എന്ന് മുറക്കബാക്കിയിട്ടും പറയാം, മുഫ്രദാക്കിയിട്ടും പറയാം എന്നാണ് ഖാളി അബൂബക്കർ ബാഖില്ലാനി പറയുന്നത്. അതനുസരിച്ച് വലാ നഫിയ, ഇവിടെ എന്തില്ല? നഫിയില്ല. അയ്ലൻ, വീണ്ടും മുമ്പ് അൽ ഖൗലൈനി, മുമ്പ് 2 അഭിപ്രായം നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഒന്ന് മജാസ്, ഖാളി അബൂബക്കർ തങ്ങൾ പറയുന്നത് ഹഖീഖത്ത്, ഇങ്ങനെ 2 ഖൗലാവും. ഈ 2 ഖൗല് പ്രകാരം ഈ പറഞ്ഞുകൊടുത്ത് അശറത്തുൻ ഇല്ലാ സലാസത്തുൻ എന്ന് പറയുന്നത് നഫിയില്ല. അപ്പൊ തനാഖുദും ഇല്ല, ഇസ്ബാത്തും നഫിയുണ്ട് എന്നല്ല, രണ്ടും ഇല്ലാവുന്നേ ഉള്ളൂ. അപ്പൊ ഇസ്ബാത്തേ ഉള്ളൂ, നഫിയില്ല. അപ്പൊ തനാഖുദ് വരുന്നില്ല എന്നായി. വജഹു തസ്ഹീഹിൽ അവ്വലി, എങ്കിൽ ആദ്യത്തെ ഖൗലിനെ സഹിയാക്കുന്നതിന് ന്യായം അതെന്താ? അന്ന ഫീഹി തൗഫിയതൻ ബിമാ തഖദ്ദമ. ഒന്നാം ഖൗലിൽ സഹിയാക്കാനുള്ള ന്യായം അതിൽ മുമ്പ് പറഞ്ഞതുകൊണ്ട് പൂർത്തീകരിക്കലുണ്ട്. അതെന്താ? മിൻ അന്നൽ ഇസ്തിസ്നാഅ, ഇസ്തിസ്നാഇ എന്നത് ഇഖ്റാജുൻ, അത് മുസ്തസ്ന മിൻഹുവിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ഇസ്തിസ്നാ. ആ ഇസ്തിസ്നാ ആണ് മുമ്പ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് പൂർത്തിയാക്കി വീട്ടൽ ഒന്നാം ഖൗലിലുണ്ട്. ബിഖിലാഫിഹിമ, രണ്ടാം ഖൗലിന് എതിരായിട്ട്. അപ്പൊ ഒന്നാം ഖൗലിൽ അങ്ങനെയുണ്ട്, രണ്ടാം ഖൗലിന് എതിര്, 2 ഖൗലിന് എതിര്. അപ്പോ ബിഖിലാഫിഹിമ, 2 ഖൗലുണ്ടല്ലോ ഇവിടെ. ഒന്ന് മജാസ്, ഒന്ന്
ഹഖീഖത്ത് എന്ന് പറഞ്ഞ രണ്ട് കൗല്. ഈ രണ്ട് കൗലിന് എതിരായിക്കൊണ്ടാണ് ഒന്നാമത്തെ കൗല്. ആ ഒന്നാമത്തെ കൗൽ ഇസ്തിസ്നാ ഇഖ്റാജ് ഉണ്ട്, അത് ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലാക്കിയത്? ലിമാ തഖററ അന്നൽ ഇസ്നാദ ഇലൽ ബാഖി തഖ്ദീറൻ, പറച്ചിലല്ല തഖ്ദീർ എന്ന നിലക്ക് എന്തായി ബാക്കിയുള്ളതിലേക്ക് ഇസ്നാദുണ്ട്, അതാ സ്ഥിരപ്പെട്ടു പോകുന്നത്. മബ്നുൽ ഖിലാഫി, അപ്പോൾ ഇവിടെ ഖിലാഫ് വന്നിട്ടുണ്ട്. അതല്ല, ലിമാ തഖററ മിൻ അന്നൽ ഇസ്നാദ ഇലൽ ബാഖി തഖ്ദീറൻ ബഅദ ഇഖ്റാജ് സലാസത്തി, അസറത്തി എന്നതിന് സലാസത്തിനെ പുറപ്പെടുവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുടെ ഏഴാ, ആ ഏഴിലേക്കുള്ള ഇസ്നാദ് എന്തുണ്ടായി? സലാസത്തിനെ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് തഖ്ദീർ എന്നതിലേക്കുള്ള ഇസ്നാദ്. ബിഖിലാഫിൽ ഖൗലി സാനി വസാലിസി, രണ്ടാം കൗലും മൂന്നാം കൗലിനും എതിരായിട്ട്. ഇന്ന സലാസത്ത, കാരണം അപ്പോൾ മൂന്നാം കൗല് ഖരീനത്തുൻ, ഇന്ന സലാസത്ത എന്നുള്ളത് ഖരീനത്തുൻ അൽ ഖൗലി സാനി, രണ്ടാം കൗല് പ്രകാരം അതെന്തല്ല, ഇസ്തിസ്ന അല്ല, ഇഖ്റാജ് അല്ലെങ്കിൽ ഇവനെന്താ ഖരീനത്താണ് എന്ന. വജുസുൽ ഇസ്മിൽ മൗളൂ അല സാലിസി, ജുസ്ഇന്റെ ഇസ്മിനെ പറയുക. അപ്പൊ കുല്ല് പറഞ്ഞ് ജുസ്ഇന്റെ ഇസ്മിനെ പറയുക. അപ്പൊ വലാ ഇഖ്റാജ് ഫീഹിമ, ഈ രണ്ട് കൗലിൽ എന്തില്ല? ഇഖ്റാജില്ല. ഒന്നാമത്തെ കൗലിലെ ഇഖ്റാജുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൗലിനെ സഹിയാക്കിയത് എന്നാണ് പറഞ്ഞത്. ഇനി വലാ യജൂദുൽ ഇസ്തിസ്നാഉൽ മുസ്തഗ്രിഖ്, എല്ലാത്തിനും കൂടി ഇസ്തിസ്ന ചെയ്യാൻ പറ്റില്ല. ഇസ്തിഗ്റാഖ് മുസ്തഗ്രിഖിനെ ഇസ്തിസ്ന ചെയ്യാന്ന് പറയാൻ എങ്ങനെയാ? ബിഅൻ യസ്തഗ്രിഖൽ മുസ്തസ്ന അൽ മുസ്തസ്ന മിന്നു, ഇസ്തിസ്ന ചെയ്യപ്പെടുന്നത് മുസ്തസ്ന മിന്നിയും ഉൾപ്പെടുത്തി ഒന്നാലും കളയ, അത് പറ്റില്ല. അതായത് പറ്റൂല എന്ന് പറഞ്ഞാൽ ലാ അസറ ലഹു ഫിൽ ഹുക്മി, വിധിയിൽ അതിനെന്തില്ല, ഫലമില്ല. പൊക്കൾ കളഞ്ഞു പോയ എന്ത് വിധി അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഇസ്തിസ്ന പറ്റുകയില്ല. ഇത് പ്രകാരം വലോ ഖാല ലഹു അലയ്യ അശറത്തുൻ ഇല്ല അശറത്തുൻ ലസിമുഹു അശറത്തുൻ, എന്താ പറഞ്ഞത്? ഒരാള് പറഞ്ഞു അവന് ഞാൻ കൊടുക്കാൻ 10 രൂപയുണ്ട്, ഇല്ല അശറത്തൻ, 10 ഒഴികെയാണ്. 10 എന്ന് പറയുന്ന അശറത്ത് എന്ന ഇസ്തിസ്ന ഇത് അശറത്തിനെ. അപ്പൊ ആ അശറത്ത് എന്ന് പറയുന്ന മുസ്തസ്ന മിന്നോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അശറത്ത് എന്ന മുസ്തസ്ന നടത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ലസിമു അശറത്തുൻ, അശറത്ത് അവന് കൊടുക്കാൻ നിർബന്ധമായി. കാരണം ഇല്ല അശറത്ത് ഇസ്തിസ്ന ശരിയല്ലല്ലോ. അപ്പൊ ഹുക്കുമിൽ സ്ഥാനമില്ല എന്ന് വെക്കുമ്പോ ഇല്ല അശറത്ത് വെറുതെ ആയി. അപ്പൊ 10 കൊടുക്കാണ്ട് തന്നെ 10 തന്നെ ആയി എന്നർത്ഥം. ഇവിടെ അഭിപ്രായമുണ്ട്, ഖിലാഫ് അലി ഷുദൂദി, ഷാദായ കൗലുണ്ട് ഇവിടെ, ആ കൗലിന് എതിരായിട്ട് എന്നർത്ഥം. ഷാദായ കൗല് പ്രകാരം ഇസ്തിസ്ന പറ്റും എന്നാണ്. അഥവാ അഷാറ ബിദാലിക ഇലാമ നഖലുൽ ഇറാഖിയു അനിൽ മദ്ഖലി ലിബ്നി തുൽഹ, മാലിക്കി മദ്ഹബുകാരനായ ഇബ്നു തുൽഹയ്ക്ക് ഒരു കിതാബുണ്ട്, മദ്ഖൽ എന്ന് പറയുന്ന കിതാബ്. ആ മദ്ഖലിനെ തൊട്ട് ഇറാഖി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നക്കൽ ചെയ്ത ഒന്നിലേക്കാണ് മുസന്നിഫ് ഖിലാഫ് അൽ ഷുദൂദി എന്നും പറഞ്ഞ് സൂചന നൽകുന്നത്. ഫീമൻ എന്താണ് നക്കല്? ഫീമൻ ഒരുത്തനില് കാല അവൻ പറഞ്ഞു ലി ഇമ്രാത്തിഹി തന്റെ ഭാര്യയോട്, മദ്ഖല് നക്കല് ചെയ്തത് ഈ വിഷയത്തിലാ. എന്താണ് പറഞ്ഞത്? അന്തി താലിഖുൻ സലാസൻ ഇല്ല സലാസൻ, പെണ്ണെ നീ തലാഖുടയവളാണ് 3 ഒഴികെയാണ്. അപ്പൊ ഇവിടെ സലാസൻ എന്ന് പറയുന്ന മുസ്തസ്ന മിൻഹുവിൽ നിന്ന് ഇല്ല കൊണ്ട് സലാസൻ എന്ന് പറയുന്ന മുസ്തസ്നയെ ഇസ്തിസ്ന ചെയ്തിട്ടുണ്ട്. സലാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സലാസ്, അപ്പൊ മുസ്തസ്ന മിന്നുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്തിഗ്റാഖ് ചെയ്തുകൊണ്ട് ഇസ്തിസ്ന ഇത് പറ്റുകയില്ല. എങ്കിൽ ഇങ്ങനെ ഷാദായ ഒരു കൗലുണ്ട് എന്ന് പറഞ്ഞാൽ സാധാ കൗലിനെതിരായിട്ട്, എങ്കിൽ മുസന്നിഫ് ഈ പറഞ്ഞ വാക്കുകൊണ്ട് ഇവിടെ സൂചന നൽകിയത് മദ്ഖലിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞതിലേക്കുള്ള ഉദ്ധരണിയിലേക്ക് ചൂണ്ടിക്കൊണ്ട. അവിടെ പറഞ്ഞത് എന്താ? അന്നഹു ലാ യഖ്വ അലൈഹി തലാഖും വി അഹദിൽ ഖൗലൈനി,
ഒരു കൗലിലും രണ്ട് കൗലിവിടെ ഉണ്ട്. സാധായ കൗലുണ്ട്, ശരിയായ കൗലുണ്ട്. ഈ രണ്ട് കൗലിൽ ഒരു കൗൽ എന്താവൂല, ത്വലാഖ് സംഭവിക്കുകയില്ല എന്ന് മദ്ഖലിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് മുസന്നിഫ് ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. വലം യദ്ഫർ ബിദാലിക, ഈ പറഞ്ഞ വാക്കുകൊണ്ട് വിജയിച്ചിട്ടില്ല. മൻ നഖൽ ഇജ്മാ അലംതിനായിൽ മുസ്തഗ്റഖി, ഇസ്തിഗ്റാഖ് ചെയ്തുകൊണ്ടുള്ള ഇസ്തിസ്ന പാടില്ല എന്നതിന്റെ മേൽ ഇജ്മാ ഉണ്ടെന്ന് നഖൽ ചെയ്ത ആളുകൾ ഇതുകൊണ്ടൊന്നും വിജയിച്ചിട്ടില്ല. അതാരാ? കല്ലിമാമിർ റാസി വല്ലാമുദി ഓലൊക്കെ പറയുന്നത് അങ്ങനെയാ. ഇസ്തിഗ്റാഖുള്ള ഇംതിനാ പാടില്ല എന്ന് ഇജ്മാ ആണ്. ആ ഇജ്മാ നഖൽ ചെയ്തവരാണ്. അതുകൊണ്ട് ഇവർക്കിവിടെ വിജയം ലഭിച്ചില്ല. കാരണം ഇജ്മാ അല്ല, അവിടെ സാധാ ഒരു ഖൗലുണ്ട്. അപ്പൊ അഭിപ്രായം ഇതിലുണ്ട്. പിന്നെ എങ്ങനെ ഇജ്മാ എന്ന് പറയാ എന്നാണ്. ഖീല പറയപ്പെട്ടിട്ടുണ്ട്, വലാ യജൂസുൽ അക്സർ മിനൽ ബാഖി, ബാക്കി എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഇസ്തിസ്ന ചെയ്യാൻ പറ്റില്ല. ലഹു അലൈഹി അശറത്തുൻ ഇല്ലാ സിത്താന്ന്, അവന് ഞാൻ കൊടുക്കാനുണ്ട്. എത്ര? 10 എന്നാ. 10 എന്ന് പറഞ്ഞിട്ട് ഇല്ലാ സിത്ത, ഇല്ലാ സിത്തത്തുൻ 6 ഒഴികെ. ഇവിടെ അസറത്തിൽ 6 കീഴിച്ചാൽ ബാക്കി എത്ര ഉണ്ടാവും? 4. അപ്പൊ ഈ 4 എന്ന് പറയുന്ന സംഖ്യയേക്കാൾ കൂടുതലായിരുന്നില്ല സിത്ത. അപ്പോൾ ആ ഇസ്തിസ്ന പറ്റുകയില്ല എന്നൊരു അഭിപ്രായം. ഫലാ യജൂസു, അപ്പോൾ ഇസ്തിസ്ന ജായിസാകൂല. ബിഖിലാഫിൽ മുസാവി, സമമായി വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. വലഖല്ലി, കുറവാണെങ്കിലും കുഴപ്പമില്ല. അധികം പാടില്ല എന്ന. അപ്പൊ ഞാൻ അവന് കൊടുക്കാനുണ്ട്. എത്ര കൊടുക്കാനുണ്ട്? അശറത്ത് കൊടുക്കാനുണ്ട്. ഇല്ല ഹംസ, 5 ഒഴികെ. അവിടെ സമായല്ലോ. അങ്ങനെ ഇസ്തിസ്ന പറ്റും. അല്ലെങ്കിൽ ഞാൻ അവന് കൊടുക്കാനുണ്ട്, അശറത്ത് കൊടുക്കാനുണ്ട്, അതിൽ എത്ര കുറവ്? 3 ഒഴികെ. അപ്പൊ അക്കല്ലായല്ലോ, അല്ലെങ്കിൽ 2 ഒഴികെ എന്ന് പറഞ്ഞാൽ അക്കല്ലായല്ലോ. ഇങ്ങനെയൊക്കെ ഇസ്തിസ്ന പറ്റും എന്നൊരു അഭിപ്രായം. വഖീല ലൽ അക്സറു വലൽ മുസാവി ബിഖിലാഫിൽ അഖല്ലി, ഇങ്ങനെയാണ്. അക്സറും പറ്റില്ല, സമമായതും പറ്റില്ല, ഏറ്റവും കുറഞ്ഞതുണ്ടെങ്കിൽ ഇസ്തിസ്ന ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാ ഖീല. വഖീല മറ്റൊരഭിപ്രായം, ലൽ അക്സറു, അക്സർ ഇസ്തിസ്ന ചെയ്യാൻ പറ്റൂല. ഇൻകാനൽ അദദു ഫിൽ മുസ്തസ്ന വൽ മുസ്തസ്ന മിൻഹു, ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഇസ്മിലും ഇസ്തിസ്ന ചെയ്യപ്പെടുന്ന ഇസ്മിലും, ഏതിൽ നിന്നാണോ ഇസ്തിസ്ന ചെയ്യപ്പെടുന്നത് ആ ഇസ്മിലും, ഏതിനാണോ ഇസ്തിസ്ന ചെയ്യപ്പെടുന്നത് ആ ഇസ്മിലും അദദ് വ്യക്തമായി വരികയാണ് എങ്കിൽ അക്സറിന് ഇസ്തിസ്ന ചെയ്യാൻ പറ്റുകയില്ല. ഉദാഹരണം നൗമാ തഖദ്ദമ, മുമ്പ് പറഞ്ഞത് പോലെ തന്നെ. അപ്പൊ അദദില് എന്ന് പറഞ്ഞാൽ അദദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹദൂദ, സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന എണ്ണമല്ല. മഹദൂദ്, എണ്ണപ്പെടുന്നതിന് മേൽ അറിയിക്കുന്നത് എന്നർത്ഥം. എണ്ണപ്പെടുന്നതിന് മേൽ അറിയിക്കുന്നത്, അല്ലാതെ സാങ്കേതികമായി എണ്ണി വരുന്നത് എന്നല്ല. ആ എണ്ണപ്പെടുന്നതിന് മേൽ അറിയിക്കുന്നത് വ്യക്തമായിട്ടുണ്ടെങ്കിൽ അക്സർ പറ്റുകയില്ല. അക്സർ പറഞ്ഞല്ലോ എവിടെ? ലഹു അലൈഹി അശറത്തുൻ ഇല്ലാ സിത്തത, ഈ ഇല്ലാ സിത്തത്ത എന്ന് പറയുന്ന ആ സിത്തയെ അക്സറായി ബാക്കിയുള്ളതിനേക്കാൾ. അപ്പൊ അതുകൊണ്ട് അദദ് അവിടെ വ്യക്തവുമാണ്. അപ്പൊ ഇസ്തിസ്ന ചെയ്യാൻ പറ്റുകയില്ല. ബിഖിലാഫി ഗൈരി ശരീഹി, വ്യക്തമാവാത്തതിനെതിരെ. അതിപ്പോ എങ്ങനെ പറയാ? ഖുദ് ദറാഹിമ, ദിർഹമുകൾ നീ പിടിച്ചോ. ഇല്ല സൈഫൂൻ, സൈഫൂൻ ഒഴികേന്ന. ഇവിടെ സൈഫൂൻ എന്ന് പറഞ്ഞാൽ അദദ് വ്യക്തമല്ല, അതുകൊണ്ട് ഇസ്തിസ്ന പറ്റിയോ. ഈ അക്സറു കഥ, അത് അധികം തന്നെയാണ്. പക്ഷെ അവിടെ വ്യക്തമല്ലാത്തത് കൊണ്ട്, അധികമായതുകൊണ്ട്, വ്യക്തമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാ? ഇസ്തിസ്ന ചെയ്യാം, കുഴപ്പമില്ല. ഹഖൽ ഖൗല അക്കൽ ഖൗല മുസന്നിഫ് ഫി ശർഹിഹി കഗൈരിഹി ഫിൽ അക്സരി, അക്സറിൽ മുസന്നിഫ് അല്ലാത്തവര് ഖൗൽ ഉദ്ധരിച്ചതുപോലെ
മുസന്നിഫിന്റെ ഷറഹിൽ 2 ഷറഹിലും ഈ ഖൗൽ ഉദ്ധരിച്ചിട്ടുണ്ട് മുസന്നിഫ്. വൈനിഷ്തമലത്തിൽ ഇബാറത്തു ഹുന, ഇവിടെ പറഞ്ഞ ഇബാറത്ത് ഹിക്കായത്തുഹു ഫിൽ മസാവി, മസാവിയിലും ആ ഖൗലിനെ ഹിക്കായത്ത് ചെയ്യാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അക്സറിലും തന്റെ 2 ഷറയിൽ ഉദ്ധരിച്ചതുപോലെ ഖൗൽ ഉദ്ധരിച്ചതുപോലെ മറ്റുള്ളവർ അക്സറിലും ഉദ്ധരിച്ചത് ഉണ്ട് എന്ന. അപ്പൊ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും അതിലുണ്ട് എന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞിട്ടില്ല. വഖീല, പറയപ്പെടുന്നു, ലാ യുസ്തസ്ന മിനൽ അദദി, അദദിൽ നിന്ന് ഇസ്തസ്ന ചെയ്യപ്പെടൂല, പുറപ്പെടുവിക്കപ്പെടൂല. അഖദുൻ സഹീഹുൻ, സഹിയായൊരു എണ്ണത്തെ. ഉദാഹരണമായി പറയട്ടെ, നഹു ലഹു മിഅത്തുൻ, അവന് 100 കൊടുക്കാനുണ്ട്, ഇല്ല അശറത്തൻ, 10 ഒഴികെ എന്ന. ഇവിടെ അഷറത്ത് എന്ന് പറഞ്ഞ സഹിയായ ഒരു സംഖ്യ, മിഅത്ത് എന്ന് പറയുന്ന അദദിൽ നിന്ന് അഷറത്ത് എന്ന് പറയുന്ന ശരിയായ ഒരു സംഖ്യ, ഈ അഷറത്ത് ഇസ്തിഖ്റാജ് നടത്തിയേ പറ്റൂല എന്ന. ബിഖിലാബി ഇല്ല തിസ്അത, തിസ്അത്ത് എന്ന് പറയുമ്പോൾ സഹിയായ ഒരു അഖദല്ല, എണ്ണമല്ല, ഒറ്റയല്ലേ. അപ്പൊ ഇരട്ടയായി വന്ന അഷറത്ത് പറ്റൂല എന്നും ഒറ്റയായി വന്ന തിസ്അത്ത് പറ്റും എന്നുള്ളതാണ് ഈ ഖീലയുടെ അഭിപ്രായം. വഖീല, മറ്റൊരു ഖീല പറയുന്നത്, ലാ യുസ്തസ്ന മിന്നു മുത്ലഖൻ, അദദിൽ നിന്ന് ഇസ്തിഖ്റാജ് നടത്താൻ പറ്റൂല, നിരുപാധികം എന്ന് പറഞ്ഞാൽ അയില അഖദ തഖ്സീമൈഹി വലാ ഗൈറ അഖദിൻ, അഖദ് സഹിയായ അഖദോ സഹി അല്ലാത്ത അഖദോ ഏത് അഖദായാലും ശരിയായ എണ്ണമാണെങ്കിലും അല്ലെങ്കിലും പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, ഫലബിസ ഫീഹിം അൽഫസന ഇല്ലാ 50 എന്ന്, ഇല്ലാ 50 ആമ്മൻ. അവിടെ സമനം തവീലൻ, ഒരുപാട് കാലം എന്ന. അൽഫസന എന്ന് പറയുന്ന അദദിൽ നിന്ന് 50 എന്ന് പറയുന്ന വ്യക്തമായ ശരിയായ ഒരു എണ്ണത്തെ ഇസ്തിഖ്റാജ് നടത്തില്ലേ, ഇസ്തിസ്ന ചെയ്തിട്ടില്ലേ. അതില് ആ വാക്ക് ഏതുപോലെയാണെന്നറിയാമോ? കമാ തഖൂലു, നീ പറയുന്നത് പോലെയാ. ലിമൻ യസ്തഅജ്ലുക, നിന്നോട് ധൃതി കാണിച്ചു വരുന്ന ഒരാളോട് നീ പറഞ്ഞു, ഇസ്ബിർ അൽഫസന, നീ 1000 വർഷം ഒന്ന് ക്ഷമിച്ചു നിൽക്കുന്ന, നീണ്ട കാലം നീ ക്ഷമിക്കുക എന്ന് പറയല്ലേ ഉദ്ദേശം. അപ്പൊ ശരിയായ ഒരു എണ്ണം അല്ല അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നായി. ഓ ഗുല്ലു ഖായിലിൻ ബി ഹസനിസ്തിഖ്റാഇഹി വഫഹ്മിഹി, എല്ലാവരും തന്റെ പരിശോധന അതുപോലെ തന്നെ തന്നെ മനസ്സിലാക്കേണ്ട സ്ഥിതി അനുസരിച്ചു കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നർത്ഥം. ഓരോരുത്തർക്ക് പരിശോധിച്ച് മനസ്സിലാക്കി കിട്ടിയ സ്ഥിതി അനുസരിച്ചാണ് ഈ പറയുന്നത് എല്ലാവരും. എങ്കിൽ വൽ അസഹു, ഇങ്ങനെയൊക്കെ അഭിപ്രായമുണ്ടെങ്കിലും ബലപ്പെട്ട അഭിപ്രായം, ജവാസുൽ അക്സർ മുത്ലഖൻ, എങ്ങനെ ആയാലും വേണ്ടില്ല, അദദ് നിന്ന് അക്സറായ അദദിനെ എന്ത് ചെയ്യാം, ഇസ്തിഖ്റാജ് നടത്താൻ പറ്റും എന്നാണ്. അലൈഹി, ഈ പറഞ്ഞ അഭിപ്രായത്തിന്റെ മേലിലാണ് മുഅല്ലമുൽ ഫുഖഹാഇ, ഒരുപാട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുള്ളത്. കാരണം ഇത് ഖാലു, അവര് പറയുന്നു, ലൗ ഖാല ലഹു അലയ്യ അശറത്തുൻ ഇല്ലാ തിസ്അത എന്ന് ഒരാൾ പറഞ്ഞാൽ, അവിടെ ഫിഖ്ഹിന്റെ മസ്അല ഫുഖാക്കൾ പറയുന്നത് ലസിമഹു വാഹിദുൻ എന്ന. 10 ഞാൻ ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ആ 10 എന്ന് പറയുന്ന അദദിൽ നിന്ന് അക്സറാകുന്ന തിസ്അത്തിനെന്താക്കിയെന്നറിയാമോ, ഇസ്തിസ്ന ചെയ്ത് പറഞ്ഞു. അപ്പൊ കഴിച്ച ബാക്കിയുടെ ഒന്നല്ലേ ഉണ്ടാവുക, ആ 1 കൊടുക്കണമെന്ന. ഇത് ഫുഖാക്കൾ പറയണമെങ്കിൽ അതിൽ വിധി നടപ്പാകും എന്നതുകൊണ്ടല്ലേ. അക്സർ പറ്റൂല, അത് വിധി ശരിയാകൂല എന്ന് പറയുന്ന ന്യായമില്ല എന്നതിന് എതിരാണ് ഈ പറഞ്ഞത്. ഇതാണ് ശരി. അപ്പൊ അത് പറ്റും, അക്സറിന് ഇസ്തിസ്ന ചെയ്യാൻ പറ്റും. വൽ ഇസ്തിസ്നാഉ മിനൻ നഫീ, നഫിയിൽ നിന്ന് ഇസ്തിസ്ന നടത്തിയാൽ എന്താ ഉണ്ടാവുക, ഒരു കാര്യം ഇസ്ബാത്ത് നടത്തലാണ്. വബിൽ അക്സി, ഇസ്ബാത്തിൽ നിന്ന് ഇസ്തിസ്ന നടത്തിയാലോ നഫിയാണ് ഉണ്ടാവുക. ഈ പറഞ്ഞോടത്ത് ഖിലാഫല്ലി അബി ഹനീഫത്ത, ഇമാം അബു ഹനീഫ തങ്ങളെതിരാണ് ഫീഹിം, അത് രണ്ടിലും.
മഹാൻ പറയുന്നത് നഫിയിൽ ഇസ്ബാത്ത് ഇല്ല, ഇസ്ബാത്ത് നഫിയുമല്ല. ഇങ്ങനെയാണ്. വഖീല പറയപ്പെടുന്നു ഫിൽ അവലി ഫഖത്ത്, ആദ്യത്തേതിൽ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതിൽ ഇല്ല എന്നൊരഭിപ്രായം. ഫഖാല ഇന്നൽ മുസ്തസ്ന, പിന്നെ മുസ്തസ്ന മിൻ ഹൈസുൽ ഹുക്മു, ഹുക്മി എന്ന നിലപാടിലൂടെ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയാ, ഹുക്മി എന്ന ഹൈസിയത്തിലൂടെ ഇവിടെ മുസ്തസ്നയുള്ളത് മസ്കൂത്തുൻ അൻഹു, അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല, അത് മിണ്ടാതെ നിൽക്കുകയാണ് എന്നാണ് ഇമാം അബൂ ഹനീഫയുടെ പക്ഷം. ഇനി നമുക്കൊരു ഉദാഹരണം പറയാം. മാകാമ അഹദുൻ ഇല്ലാ സൈദുൻ, മാകാമ അഹദുൻ ഒരാളും എണീറ്റ് പോയിട്ടില്ല, ഇല്ലാ സൈദുൻ സൈദൊഴികെ. അപ്പൊ എണീറ്റ് പോയ ആൾ ആരാണ്? സൈദാണ്. അപ്പൊ സൈദല്ലാത്തോലാരും എണീറ്റിട്ടില്ല, അവിടെ ഇസ്ബാത്താണ്. കാമൽ ഖൗമു, സമൂഹം നിന്നു, ഇല്ലാ സൈദൊഴികെ. അപ്പൊ മുസ്ബത്തിന് നഫിയല്ല, നഫിയിൽ ഇസ്ബാത്ത് കിട്ടി. പിന്നെ ഇസ്ബാത്ത് നഫിയല്ലേ വരേണ്ടത്? ഖൗമൊക്കെ നിന്നു, ഇല്ലാ സൈദൊഴികെ. അപ്പൊ സൈദ് നിന്നിട്ടില്ല. അപ്പൊ ഒന്ന് മംഫി ഒന്ന് മുസ്ബത്ത്, രണ്ടിന്റെ ഉദാഹരണമായി. ഇനി യദുല്ലു, ഈ പറഞ്ഞ ഉദാഹരണം അലാ ഇസ്ബാത്തിൽ ഖിയാമി, സൈദിന് ഖിയാമുണ്ടെന്ന് സ്ഥിരപ്പെടുത്തി തരുന്നു. ഏത്? മഖാമ അഹദുൻ ഇല്ലാ സൈദുൻ, ആ സൈദിന് ഖിയാമുണ്ടെന്ന് സ്ഥിരപ്പെടുത്തി തന്നു ഒന്നാമത്തേല്. വസാനി, ഈ രണ്ടാമത്തേത് ഖാമൽ ഖൗമു ഇല്ലാ സൈദുൻ അല്ലേ? ഈ രണ്ടാമത്തേതില് മുസ്ബത്താ ഖിയാമ് അലാ നഫീ അൻഹു, സൈദിനെ തൊട്ട് ഖിയാമ് ഇല്ല എന്നതിന് മേൽ അറിയിച്ചു തരുന്നു എന്നാ. വഖാല ലാ വസൈദുൻ, ലാ വഖാല ലാ, ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു ലാ, ഇല്ല എന്നാ. അങ്ങനെയല്ല. പിന്നെ വസൈദുൻ, സൈദ് എന്നുള്ളത് മസ്കൂത്തുൻ അൻഹു, അവനെ പറ്റി ഒന്നും പറയുന്നില്ല. മിൻ ഹൈസുൽ ഖിയാമു വഅദ്മുഹു, നിൽക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ ഐസ്യത്തിൽ കൂടെ അവനെ പറ്റി മിണ്ടുന്നേ ഇല്ല. ഇങ്ങനെയാണ് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അഭിപ്രായം. മാക്കാമായതും ഒരാൾ നിന്നിട്ടില്ല, ഇല്ലാ സൈദുൻ, അവിടെ ഒന്നും ഇനി പറയണില്ല. ഖൗമ് നിന്നു, ഇല്ലാ സൈദുൻ, സൈദിനെ കുറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെയാണ് നിലപാട്. ഐ ലൈസ മുസ്തസ്നം മിൻ നഫിയിൻ വലാ ഇസ്ബാത്ത്, അവ നഫിയിൽ നിന്നോ ഇസ്ബാത്തിൽ നിന്നോടെ ഇസ്തസ്ന ഇല്ല എന്നുള്ളതാണ് ഇമാം അബൂ ഹനീഫ തങ്ങളുടെ അഭിപ്രായം. നമ്മളങ്ങനെയല്ല. നഫിയിൽ നിന്ന് ഇസ്ബാത്തുണ്ട്, ഇസ്തസ്ന ഇസ്ബാത്തായിട്ടും വരും. ഇസ്ബാത്തിൽ നിന്ന് നഫി എന്തായിട്ട് വരും? ഇസ്ബാത്തിൽ നിന്ന് ഇസ്തസ്ന നഫിയായിട്ടും നഫിയിൽ നിന്ന് ഇസ്തസ്ന ഇസ്ബാത്തായിട്ടും വരും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അങ്ങനെ 9ാമത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നല്ല രീതിയിൽ മനസ്സിലാക്കി ഇതിൽ ഹഫാക്കെ നീക്കി അള്ളാഹു തആല നൽകട്ടെ. തുടർന്നുകൊണ്ടും നല്ല രീതിയിൽ ഹഫാളൊക്കെ നീങ്ങി നാഫിയായ ഇൽമായി ഹക്കായി പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയൊക്കെ പറയാൻ അൽഹംദുലില്ലാ അൽഫമറ അള്ളാഹു തൗഫീഖ് നൽകി. ഈ വോയിസ് ഞാനിതാ ഗ്രൂപ്പിലേക്ക് വിടുകയാണ്. സദാ പറയുന്നത് പോലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, സംശയ നിവാരണങ്ങൾ നടത്തുക, ചർച്ചകൾ നടക്കുക. ജമ്മല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചർച്ച നടത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.